So everyone, we are going to deal with death of a salesman. I'm very much sure that most of you will be very much familiar, especially നാട്ടില് പി ജി ചെയ്തവര് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ യു ജിക്കും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പി ജിക്കും നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വർക്ക് തന്നെയായിരിക്കും സെയിൽസ്മാൻ. സോ I don't know whether I'll be able to contribute much. I think നിങ്ങൾ അതിനേക്കാളും knowledgeable ആയിരിക്കും. ബട്ട് നമുക്ക് എന്തായാലും ഒന്ന് പറഞ്ഞു പോവാന്നുള്ളതേ ഉള്ളൂ. സോ ഞാൻ പി പി ടി കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് PDF തരും ചെയ്യാം. ഓക്കെ, പി പി ടി അത്ര സഫീഷ്യന്റ് ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതിനേക്കാളും ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് തരാം. ആൻഡ് അനദർ തിങ് ഇസ്, എന്റെ ക്ലാസ് നിങ്ങൾക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ you have to interrupt and let me know whether I'm going really fast or not. Okay, so shall we start? And am I audible? The first thing is that Yes, ma'am. Yes. okay, fine. So let's get into the class. You just sit back and relax. And ഞാൻ നോട്ട് ചെയ്യാൻ പറയുന്ന ഭാഗങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി. സിൻസ് ഒബ്ജക്റ്റീവ് ആണ് നിങ്ങളുടെ എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് അതിന്റെ ഒരു ഫിലോസഫിക്കലോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിനേക്കാളും ചിലപ്പം നമുക്ക് വളരെ ഫ്രിവലസ് ആയിട്ട് തോന്നുന്ന ചില ഭാഗങ്ങളായിരിക്കും നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. സോ ആളുകളുടെ പേര് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് നോട്ട് ചെയ്യാൻ പറയുന്നത്, അതുപോലെ ചില സ്ഥലങ്ങളുടെ കാര്യങ്ങൾ ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്താൽ മതി. ഓക്കെ, so we'll get into the class. So before getting into the class or before getting into the lesson, I would just like to describe about American Dream. Right, American Dream is a major theme that is playing along in this wonderful play of Arthur Miller. Okay, ഇപ്പൊ നമ്മുടെ ലിറ്ററേച്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ഞാൻ പഠിച്ചിരിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് ആണ്. അപ്പൊ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് ഞാൻ നോക്കുമ്പം നമുക്ക് ഇങ്ങനെ പറയല്ലോ, അമേരിക്കൻ ലിറ്ററേച്ചർ ആയാലും അല്ലെങ്കിൽ 20th സെഞ്ചുറി ലിറ്ററേച്ചർ ആയാലും വളരെയധികം മൈൽ സ്റ്റോൺ ആയിട്ടുള്ള പല വർക്ക്സുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണോ, അല്ലെങ്കിൽ whether they are representing അല്ലെങ്കിൽ why we have to go through all this boring lessons എന്നൊക്കെ നമുക്ക് തോന്നും. ബട്ട് കുറച്ചും കൂടി മെച്യൂരിറ്റിയോട് കൂടി വരുന്ന ലെസൺസ് നമ്മൾ ഡീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. എസ്പെഷ്യലി അമേരിക്കൻ ലിറ്ററേച്ചർ ഒക്കെ നമുക്ക് ഡീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഓരോ കാലഘട്ടത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോലത്തെ വർക്ക്സിനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത്, അല്ലെ? അപ്പൊ ആർത്തർ മില്ലറിന്റെ ഈ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന് പറയുന്ന വർക്കും ഏകദേശം അങ്ങനത്തെ ഒരു വർക്കാണ്. അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഐ തിങ്ക് യു ഓൾ ആർ ഫെമിലിയർ വിത്ത് ദ കൺസെപ്റ്റ്. അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് നിങ്ങൾക്ക് ഊഹിക്കാം അല്ലെ, ന്യൂയോർക്ക് അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ചിലപ്പോ ഒരു മിഡിൽ ക്ലാസ് പേഴ്സൺ ആവാം, അല്ലെ? നമുക്ക് അധികം ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് വി വിൽ ബി ഏബിൾ ടു ബി വെരി മച്ച് കേപ്പബിൾ ഫോർ ഫിനാൻഷ്യൽ, ഒരു നിർബന്ധവും ഇല്ല. ബട്ട് ചുറ്റുള്ളവർ എങ്ങനെയാണോ ജീവിക്കുന്നത് അവരെ കണ്ടിട്ട് നമുക്ക് അമേരിക്കൻ ഡ്രീം തന്നെയല്ല, എല്ലാവരുടെയും പേഴ്സണാലിറ്റിയിലുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ചുറ്റുള്ളവർ ആ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വളരെയധികം അംബീഷ്യസ് ആവുന്നതും, അല്ലെങ്കിൽ ആ സമയത്ത് ജീവിച്ചിരുന്ന പലവരും അംബീഷ്യസ് ആവുന്നതും അവര് അതിനൊത്ത് കേപ്പബിൾ ആവാനുള്ള ഒരു ശ്രമത്തിനെയാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത്. ഒരു ലക്ഷറിയസ് ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മൾക്ക് കാണാൻ പറ്റും വില്ലി എന്ന് പറയുന്ന ക്യാരക്ടർ, ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന് പറയുന്ന ഈ ഒരു പേരിൽ തന്നെ എവറിത്തിങ് ഇസ് ആക്ച്വലി റെപ്രസെന്റഡ്. ആ ടൈറ്റിൽ തന്നെ വി ആക്ച്വലി ഗെറ്റ് the play, are actually giving us the synopsis through his title, right? So here we are going to talk about how a middle class person is actually going behind the concept of American dream, and he collapsed into miserable conditions, or how he collapsed into misery. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡെത്ത് ഓഫ് ദ സെയിൽസ്മാൻ എന്ന് പറയുന്ന വർക്ക് ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ പേര് പറയുന്ന പോലെ തന്നെ നമുക്കറിയാം ഇദ്ദേഹം ഒരു സെയിൽസ്മാൻ ആണ്. അദ്ദേഹം വർക്ക് ചെയ്യുന്നത് ബോസ്റ്റണിലാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ബോസ്റ്റണിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. മേ ബി നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നേക്കാം. ബോസ്റ്റണിലാണ് വർക്ക് ചെയ്യുന്നത്, ബട്ട് ഹി ലിവ്സ് ഇൻ ന്യൂയോർക്ക്. ഓക്കെ, സോ ആ ഒരു
ന്യൂയോർക്ക് ബോസ്റ്റണിലേക്കുള്ള ഒരു അദ്ദേഹത്തിന്റെ ഒരു പോക്കും വരവും കുറിച്ചൊക്കെ ഈ ഒരു പ്ലേ പറയുന്നുണ്ട് ആക്ച്വലി. അതും ഒരു ആൻഡ് ഈ ഒരു പ്ലേയുടെ വേറെ ഒരു ബ്യൂട്ടിഫുൾ കാര്യം എന്താ വെച്ചാൽ, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ഫോർ യുവർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, ബട്ട് ഇത് പ്രസന്റ് പാസ്റ്റ് പാരലൽ ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു വർക്കാണ്. It's in the usual time. He's a salesman, but definitely he's a late salesman. Late salesman ആയതുകൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഒരു നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ പ്ലേ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു 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 ഫെറ്റീക്നെസ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. വളരെ ഫെറ്റീക്ക് ആയിട്ടും വളരെയധികം എന്താ പറയാ ടയേർഡ് ആയിട്ടുമാണ് അദ്ദേഹത്തിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. മേ ബി അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമാവാം, ഒരു അംബീഷന്റെ ഭാഗമായി നമുക്ക് കാണാൻ പറ്റും. സംതിങ് ഒരു 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 അല്ലെ ഒരു ഹരമായിട്ട് കാണുന്ന ഒരു കളിയാണ് അല്ലെ, അല്ലെങ്കിൽ വളരെയധികം എന്താ പറയാ ഇതാക്കുന്ന ഒരു കളിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാവാം ഓൺലി വാണ്ടഡ് ഹിസ് സൺ ടു ബി എ ഗുഡ് ഫുട്ബോൾ പ്ലെയർ. പക്ഷെ because of some reasons he is not able to that dream didn't materialize. So that always also that is also something that is recurring in his mind. Okay, frequent ആയിട്ട് വരുന്ന ഒരു ഡ്രീമും കൂടിയാണ് ഈ പറയുന്ന പോലെ ഫുട്ബോൾ എന്ന് പറയുന്നത്. Now so when we get into the story of the play, ഈ പറഞ്ഞ പോലെ വളരെ ഫെറ്റീക്ക് ആയിട്ട് നമ്മുടെ വിലി വീട്ടിലേക്ക് വരുന്നതും, അതുപോലെ തന്നെ ഹീസ് ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് ലിൻഡ. ആൻഡ് ലിൻഡ ഇസ് വൺ പേഴ്സൺ who is very submissive in one way or other. Okay, like she's very supportive. She is a person who is really supporting her husband, but at the same time ഈ ഫ്രസ്ട്രേഷൻസ്, അതായത് ഒരിക്കലും നമ്മൾ വിലി ഭയങ്കര ഈവൽ ആവുന്നു എന്നല്ല, അല്ലെങ്കിൽ ഭയങ്കര പാട്രിയാർക്കൽ കാര്യങ്ങൾ എടുക്കണമെന്നല്ല, പക്ഷെ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ വർക്കിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ഫ്രസ്ട്രേഷൻസ് എല്ലാം, അല്ലെങ്കിൽ ആ കൺട്രോളിങ് ആയിട്ടുള്ള അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എല്ലാം എടുക്കുന്നത് ആക്ച്വലി നമ്മുടെ ലിൻഡയുടെ മേത്താണ്. ആൻഡ് ഷീസ് ഓക്കെ വിത്ത് ഇറ്റ്. ആൻഡ് ഷീ ഓൾവേസ് ആസ്ക് ഹർ സൺ, both of her sons, to respect her husband. Okay, from the play we can understand that there is no a good relationship between Willie and his sons. Okay, അത് നമുക്ക് കാണാൻ പറ്റും. Now another important character that flashes through Willie's mind is Ben. ബെൻ എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ ഒരു ക്യാരക്ടറായിട്ട് വരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഹാലുസിനേഷനും അതുപോലെ തന്നെ ഇല്യൂഷൻസിലൂടെ ഒക്കെ വരുന്ന ഒരു ക്യാരക്ടറാണ്. ഓക്കെ, ബെൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആക്ച്വലി അദ്ദേഹത്തിന്റെ ബ്രദർ ആണ്. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യണേ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ നോട്ട്സും തരാം, പേടിക്കണ്ട. അതുപോലെ തന്നെ അദ്ദേഹം ആഫ്രിക്കയിൽ പോയി സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. he went to Africa, he got settled and he became immense rich. Okay, he really became rich. So that is one thing that is haunting our own. Willie is not able, though he's trying a lot, though he's trying to buy a car, or though he's trying to make himself rich, it's not happening. He's just an ordinary middle class person. So, and there's a scene in the play where his brother is suggesting him to go to Alaska. Hello, ഞാൻ audible അല്ലേ?
കേൾക്കുന്നുണ്ടല്ലോ? Yeah. So he's asking his brother, that is, Ben is asking നമ്മുടെ വില്ലി ടു ഗോ ടു അലാസ്ക. അലാസ്കയിൽ പോകുന്നതായിട്ട് അല്ലെങ്കിൽ പോവാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അതും നടക്കുന്നില്ല. സോ ബേസിക്കലി he feel himself as a failure. Okay, that is what is haunting him a lot. Okay, and another important aspect that you have to keep in mind is since നമുക്ക് ഊഹിക്കാം അല്ലെ, ഒരു സെയിൽസ്മാൻ എന്ന് പറയുമ്പം എത്രത്തോളം റെസ്പെക്ട്ഫുൾ ആയിരിക്കും ആ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത്. തീരെ എന്താ പറയാ, തീരെ റെസ്പെക്ട്ഫുൾ ആവണം എന്നൊരു നിർബന്ധവും ഇല്ല അല്ലെ. അവിടെ റെസ്പെക്ട് കിട്ടാനുള്ള ചാൻസ് വളരെയധികം കുറവാണ് അല്ലെ. പക്ഷേ റെസ്പെക്ട് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ ഇദ്ദേഹം വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പോ there's a scene where he's being disrespectfully treated by his boss. Okay, so he asks him, അതായത് പറയുന്നുണ്ട്, അതായത് ഞാന് ഒരു എന്താ പറയാ, ഞാൻ ഇയാളുടെ അച്ഛന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഈ ബോസിന്റെ അച്ഛന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് ഹൗ റെസ്പെക്ട്ഫുള്ളി ഐ വാസ് ട്രീറ്റഡ് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ബട്ട് ഹി ഈസ് നോട്ട് ഗെറ്റിംഗ് ദ റെസ്പെക്ട് ബാക്ക്. സോ ഫ്രം എവ്രി where he is not being treated well. Okay, so ആ ഒരു ഫ്രസ്ട്രേഷനും അദ്ദേഹത്തിന്റെ മൈൻഡിൽ നല്ലോണം ഉണ്ട്. Okay, now again coming back to another aspect of Willy's guilt is we can he's married to Linda, he's having Biff and happy. So but there is something that is lingering as a guilt in his mind. Okay, ഒരു ഗിൽറ്റ് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ മൈൻഡിൽ നിൽക്കുന്നതാണ്. അദ്ദേഹത്തിന് ഒരു അഫയർ ഉണ്ടായിരുന്നു, ആ പേര് റിവീൽ ചെയ്യുന്നില്ല. ഓക്കെ, ബട്ട് ഹി ഹാഡ് എൻ അഫയർ ആൻഡ് ദാറ്റ് വാസ് കോട്ട് ബൈ അവർ ഓൺ ബിഫ്. ഓക്കെ, അത് ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ്, നിങ്ങൾ നോട്ട് ചെയ്തോളൂ, ഹോട്ടലിൽ വെച്ചിട്ടാണ് പിടിച്ചത്. ഹോട്ടൽ റൂമിൽ വെച്ചിട്ടാണ് ബിഫ് അത് കണ്ടത്. Okay, though he was trying to hide that lady, though he was trying to conceal his affair, he couldn't do that. Okay, and after that incident, the relationship between Willy and Biff has changed a lot. Okay, ഭയങ്കരമായിട്ട് ആ ഒരു റിലേഷൻഷിപ്പ് വല്ലാതെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഒരു എന്താ പറയാ, ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പിന് അത് ഭയങ്കരമായിട്ട് മാറ്റം വന്നിട്ടുണ്ട്. There was a time where he was considered as a hero, right? He was considered as a complete hero for Biff. Biff വളരെയധികം എന്താ പറയാ, ഒരു റോൾ മോഡൽ ആയിട്ടാണ് ആക്ച്വലി വില്ലീനെ കണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ഈ ഒരു കാര്യത്തിന് ശേഷം പിന്നെ ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ okay, then another important fact that I have to tell you is ചാർലി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഓക്കെ, ചാർലി എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് വേണമെങ്കിൽ ഒരു അമേരിക്കൻ ഡ്രീമിനെ എന്താ പറയാ സക്സസ്ഫുള്ളി റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സക്സസ്ഫുള്ളി അത് നേടിയെടുത്ത ഒരാളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് എന്തുകൊണ്ടാ വെച്ചാൽ, ഒന്ന്, ചാർലി എന്ന് പറയുന്നത് നമ്മുടെ വില്ലിയുടെ നെയ്ബർ ആണ്. ഈസ് എ നെയ്ബർ. ഓക്കെ, he's neighbor and he's actually accomplished. He has accomplished a lot. Okay, and he also asked him to join ഒരു ബിസിനസ് ആയിട്ട് ജോയിൻ ചെയ്യാനും ഒക്കെ പറയുന്നുണ്ട്. ബട്ട് അവർ ഓൺ Will is very he's a very what we say a respectful person and he's not ready to compromise his ego with anyone. Okay, അപ്പോ അത് ആൾ അങ്ങനെ ഒന്നും അല്ലെങ്കിൽ പൈസ എടുക്കാനും ഒന്നും അദ്ദേഹം, though he's going through a lot of financial crisis, he won't let anyone intrude into his space and ആ ഫിനാൻഷ്യൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനൊന്നും അദ്ദേഹം സമ്മതിക്കില്ല. ഓക്കെ, സോ അഗെയിൻ ചാർലി നിങ്ങൾക്ക് ഓർത്ത് വെക്കേണ്ട ഒരു ക്യാരക്ടറാണ്. ഓക്കെ, അപ്പോ ചാർലിയെ കാണുമ്പോഴും ഇദ്ദേഹത്തിന് ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് അത് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അദ്ദേഹത്തിനുള്ളത്. അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന പോലെ യാതൊരു റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പൊസിഷനും അദ്ദേഹത്തിന് ആളുടെ ഒരു ഫേമിൽ നിന്ന് കിട്ടുന്നുമില്ല. ഓക്കെ, വീട്ടിലാണെങ്കിലും ഈ പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ബിഫെന്നായാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹാപ്പി ആണെങ്കിലും തീരെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ഐ മീൻ ഈ പറഞ്ഞ പോലെ ഒരു റിലേഷൻഷിപ്പ് അവർ തമ്മിലില്ല.
Okay. So that is making this person going mad actually. ശരിക്കും പറഞ്ഞൊരു മാഡ്നെസ്സിലേക്ക് നമുക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കീവേഡ് ആണ് റബ്ബർ ട്യൂബ്. ഓക്കെ, റബ്ബർ ട്യൂബ് ഒരു ഇറ്റ്സ് ബിഫ് വാസ് ഡിസ്കവറിങ് എ റബ്ബർ ട്യൂബ്. ഓക്കെ, ഒരു റബ്ബർ ട്യൂബ് അദ്ദേഹം നമ്മുടെ ബേസ്മെന്റിൽ നിന്ന് ഡിസ്കവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഇസ് സംതിങ്, ഒരു ഹിന്റ് പോലെ തരാണ് ഫ്യൂച്ചറിൽ ഇദ്ദേഹം സൂയിസൈഡ് ചെയ്തേക്കാം എന്ന് പറയുന്ന പോലത്തെ ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഈവൻ അവർ തമ്മിൽ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ പോലും ഉണ്ടാവുന്നുണ്ട്. ബട്ട് ദേ ആർ ലീസ്റ്റ് ബോതേർഡ്. ഈവൻ ബിഫ് ഇസ് ആസ്കിങ് ലൈക്ക് നിങ്ങൾ സൂയിസൈഡ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോയാലും എനിക്ക് ഒന്നുമല്ല എന്നുള്ള രീതിയിലാണ് ശരിക്കും പറഞ്ഞ ലിൻഡയ്ക്ക് ഇഷ്ടമുണ്ട്, ലിൻഡയ്ക്ക് ആ സ്നേഹമുണ്ട്. ബട്ട് മക്കൾ പറയുന്ന പോലത്തെ ഒരു കെയറും കൺസേൺ ഒന്നും വി കാൺ സീ ബിറ്റ്വീൻ ദം. ഓക്കെ, സോ റബ്ബർ ട്യൂബ് മേ ബി എ ക്വസ്റ്റ്യൻ ക്യാൻ ബി ആസ്ക്ഡ്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. Okay, so again coming back to the play, here the only way, like in hallucination അദ്ദേഹത്തിന്റെ ബ്രദർ വന്നിട്ട് ഹിസ് ഡെഡ്. ഓക്കെ, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ ബ്രദർ ബെൻ എന്ന് പറയുന്ന ബ്രദർ, അതായത് ആഫ്രിക്കയിൽ പോയിട്ട് റിച്ച് ആയിട്ടുള്ള ബ്രദർ, ഹി ഓൾവേസ് അപ്പിയേഴ്സ് ഇൻ ദ ഡ്രീമിൽ എപ്പോഴും വരും. ഓക്കെ, ഡ്രീമിൽ വന്നിട്ട് ഈ പറഞ്ഞ പോലെ നീ ഒരു എന്താ പറയാ, നീ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല, എന്തുകൊണ്ട് ഈ കാര്യം ചെയ്തില്ല, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. ഹി ഓൾവേസ് brings up that is nothing. It is not Ben actually representing, but it's basically his own conscience, basically, right? His conscience is speaking to himself. അദ്ദേഹത്തിന്റെ തന്നെ കോൺഷ്യൻസ് അദ്ദേഹത്തിനോട് സംസാരിക്കുകയാണ്, ഞാൻ ഇതൊക്കെ ചെയ്യേണ്ടതായിരുന്നു അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന വേറെ കാര്യം എന്ന് വെച്ചാല് ഇദ്ദേഹമാണ് പറഞ്ഞ പോലെ പറയുന്നത്, നീ ഇങ്ങനെ മരിച്ചു കഴിയുകയാണെങ്കിൽ നിനക്ക് ഇത്രയും രൂപ കിട്ടും. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ആൻ ഇൻഷുറൻസ്. മേ ബി ദാറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ എക്സാം ഓൾസോ, റൈറ്റ്? അതായത് എന്താണ് ഒരു ബെനിഫിറ്റ്, ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഇത്രയും പൈസ കിട്ടും, കാർ ക്രാഷും കൂടെ ആണെങ്കിൽ ഇത്രയും പൈസ കിട്ടും, ആൻഡ് ദാറ്റ് ക്യാൻ ഹെൽപ്പ് റിലീവ് ഫ്രം ഓൾ ദ ഡെത്ത്സ് ആൻഡ് ഓൾ ദാറ്റ്. ഓക്കെ, സോ അങ്ങനെയാണ് അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് അദ്ദേഹം തന്നെ ഒരു തീരുമാനമെടുത്ത് he takes the car and he crashes himself and he dies. Okay, ആൻഡ് അവരുടെ ഫ്യൂണറലാണ് നമുക്ക് വില്ലിയുടെ ഫ്യൂണറലിൽ നമുക്ക് കാണാൻ പറ്റും ഈ പറഞ്ഞ പോലെ ബിഫായാലും ഇവർക്കായാലും ഇവരൊക്കെ ഇവർ ഓർക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ബേസിക്കലി ലിൻഡ പേസ് ഓഫ് എവറി ഡെത്ത് ദാറ്റ് ഇസ് പോസിബിൾ. ഹൗസിന്റെ ഡെത്ത് എല്ലാ കാര്യവും പേ ഓഫ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫിനാൻഷ്യൽ ബേർഡൻ ശരിക്കും പറഞ്ഞാൽ വെക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് ബേസിക്കലി ദ സിനോപ്സിസ് ഓഫ് മേ ബി ദ സ്റ്റോറി ഓഫ് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂല് വരുമ്പോൾ അഗെയിൻ ഒരു സീൻ വരുന്നുണ്ട് വേർ ഓറഞ്ചസ് ആയിട്ട്, അതായത് ഓറഞ്ചസ് ആയിട്ട് ആക്ച്വലി നമ്മുടെ വില്ലിനെ കമ്പയർ ചെയ്ത് പറയുന്നുണ്ട്, റോട്ടൻ ഓറഞ്ചസ് ആയിട്ട്. ഓക്കെ, അത് വരുന്ന സീൻ എന്ന് വെച്ചാൽ ഇവര് തമ്മിൽ, അതായത് വില്ലിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബോസും തമ്മിൽ നടത്തുന്ന ഒരു കോൺവെർസേഷനിൽ ഇദ്ദേഹം പറയുന്നുണ്ട്, യു ആർ ലൈക്ക് എ റോട്ടൻ ഓറഞ്ച് എന്ന് പറയുന്നുണ്ട്, ഓറഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ ഒരു ഒബ്ജക്റ്റീവ് മോഡൽ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്ഥലങ്ങളാണ് പിന്നെ നമുക്ക് മനസ്സിൽ വെക്കേണ്ട സ്ഥലങ്ങൾ. ന്യൂയോർക്ക് നിങ്ങൾ മനസ്സിൽ വെക്കണം. ന്യൂയോർക്ക് ഇസ് വെരി അല്ലെ, നമ്മൾ ഫെമിലിയർ ആണ്. ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾ മനസ്സിൽ വെക്കണം. ഐ ഗിവ് നോട്ട്സ് ഓൾസോ. ആൻഡ് ഓൾസോ യു ഹാവ് ടു കീപ് ഇൻ മൈൻഡ് അലാസ്ക നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു സ്ഥലമാണ്. ഏതാണ് അലാസ്ക? Can anybody tell what Alaska represents? Ben asked Willie to go to Alaska. Yeah, yes, അതല്ലേ. Ben asked him to go and ask him to go and settle there and ask him to make money. So that is what Alaska is representing. And Africa we already know. ബെന്നിന് പോയി കാശുണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഇൻഷുറൻസിന്റെ കാര്യം മനസ്സിൽ വെക്കുക. പിന്നെ ഇൻഫെഡിലിറ്റി ആണ് വേറൊരു കാര്യം പറയുന്നത്.
ഇൻഫെർട്ടിലിറ്റി കാരണമാണ് ഇദ്ദേഹം ഇത് എന്താ പറയാ ഈ ഒരു ഗിൽറ്റ് അദ്ദേഹത്തിന് വല്ലാതെ നിൽക്കുന്നത്. ലൈക്ക് ഹീസ് ബേസിക്കലി a guilt driven person only because of this incident, at the same time being a failure. There's a scene in the play where all these three people, Happy, Biff and Willie, is meeting in a restaurant. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇവരുടെ പ്ലാൻസ് നടന്നിട്ടില്ല. ബിഫിന് ഒരു സ്പോർട്സ് ഷോപ്പ് തുടങ്ങണം എന്നുണ്ടായിരുന്നു, അത് നടന്നിട്ടില്ല. ആൻഡ് എവറിത്തിങ് ഹാസ് ഗോൺ റിയലി ബാഡ്. This guy is also fired from his job. Like Willie also get fired from his job. And there is a point where Arthur Miller is describing that all three of them feels that how worthless they are or how failure they are എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സീനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇനി ഈ ഒരു വർക്കിന്റെ തീംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ ഡ്രീം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. അമേരിക്കൻ ഡ്രീം ഒരു ഇമ്പോർട്ടൻറ്റ് തീമാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത് അഗെയിൻ ആ ഒരു അംബീഷ്യസ് ആവുക, ലക്ഷറിയസ് ലൈഫ് ലീഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നേക്കാളും ലൈഫ് എങ്ങനെ ലീഡ് ചെയ്യാം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ആണ് അമേരിക്കൻ ഡ്രീം എന്ന് പറയുന്നത്. ദെൻ ബിട്രയൽ ഇസ് another important theme. I don't know whether this is important for your exam point of view. കാരണം തീംസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് എന്തായാലും ഹെൽപ്ഫുൾ ഒന്നും ആവില്ല, അല്ല ഒബ്ജക്റ്റീവ് എക്സാമിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവില്ല. ബട്ട് വിൽ ജസ്റ്റ് ഗോ ത്രൂ. ഓക്കെ, ബിട്രയൽ ഒരു ഇമ്പോർട്ടൻറ്റ് തീമാണ്. ഓക്കെ, ബിട്രയൽ നമുക്ക് എന്തുകൊണ്ടാണ് പറയുന്നത്, പരസ്പരം മൊത്തത്തിലൊരു ബിട്രയൽ ആണ് നടക്കുന്നത് അല്ലെ. ആർക്കും ആരോടും സത്യം പറഞ്ഞ ഒരു ഫാമിലി ബോണ്ടിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പൊ ഈ 4 പേരെന്ന് പറയുന്നത് എന്താ പറയാ 4 ക്യാരക്ടേഴ്സ്, ലിൻഡ ആയാലും ബിഫ് ആണെങ്കിലും വില്ലി ആണെങ്കിലും ഹാപ്പി ആണെങ്കിലും ഈ 4 ക്യാരക്ടേഴ്സിലും ഒരു പ്രത്യേക ഒരു ബോണ്ടോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. വി ആർ നോട്ട് ഫീലിംഗ് എനി കൈൻഡ് ഓഫ് എംപത്തി ടുവേർഡ്സ് എനി കൈൻഡ് ഓഫ് ക്യാരക്ടർ. ഓക്കെ, വില്ലിന്റെ ഫ്രസ്ട്രേഷൻ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ആർതർ മില്ലർ നന്നായിട്ട് അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. ഓരോ സീൻസിലും നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു ഹാലുസിനേഷനും ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റുന്നത്. ബട്ട് അത് തന്നെ ബാക്കി ഒരു ക്യാരക്ടേഴ്സിനും നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാണാൻ പറ്റില്ല. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ ഫെയിലിയർ ഒരു തീമാണ് ഇതില്. ഓക്കെ, അഗെയിൻ നമ്മൾ അതും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഇത്രയും റാറ്റ് റേസ് അല്ലെ, നമ്മൾ പറയുന്ന പോലെ റാറ്റ് റേസ് ആയിട്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇവരെല്ലാവരും they were not ready to sacrifice anything, and they were just going further, and they didn't even have a time to introspect themselves. അല്ല, ആ ഒരു ഇൻട്രോസ്പെക്ഷന് പോലും ടൈം ഇല്ലാണ്ട് അവരിങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫെയിലിയർ കാര്യമാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡ്രീംസ്, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അമേരിക്കൻ ഡ്രീം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡ്രീമും ഇതുപോലെ തന്നെ ഒരു തീമായിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാ ക്യാരക്ടേഴ്സിനും ഇതിലൊരു ഡ്രീം ഉണ്ട്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വില്ലി ദാറ്റ് ഇസ് റെപ്രസെന്റിങ് ദാറ്റ്, റൈറ്റ്? പിന്നെ ദി ഡെലേമ ഓഫ് മിഡിൽ ക്ലാസ് അല്ലെ, മിഡിൽ ക്ലാസിൻ്റെതായിട്ടുള്ള ഒരു ഡെലേമ നമുക്ക് കാണാൻ പറ്റും. മിഡിൽ ക്ലാസ്സസ് ഹൗ ദേ ആർ ഗോയിങ് ത്രൂ, അവരെങ്ങനെ അവരുടെ ബിൽസ് പേ ചെയ്യാനുള്ള ഒരു സഫറിങ്, അവരെങ്ങനെ അത് കോപ്പപ്പ് ചെയ്ത് പോകുന്നു എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങൾ ഒരു മിഡിൽ ക്ലാസിന്റെ ലൈഫ് നല്ലോണം ഇതില് ഡീൽ ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, സോ that is an important point that you have to keep in mind. പിന്നെ ഇതൊക്കെയാണ് തീംസ്, മെയിൻ ആയിട്ടുള്ള തീംസ് ഒക്കെ ആയിട്ട് വരുന്നത്. പിന്നെ സിമ്പിൾസ് ആയിട്ട് വരുന്നത് ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിന്റെ ഈ ഹാലുസിനേഷൻ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ ഹാലുസിനേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു അല്ലെ ഫ്രീക്വന്റ് ആയിട്ട് ഹാലുസിനേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പോലെ ഈ റബ്ബർ ട്യൂബ് ഒരു സിമ്പിൾ ആണ്. ആ റബ്ബർ ട്യൂബിനെ എന്താണ് റെപ്രസെന്റ് ചെയ്യണമെന്ന് വെച്ചാൽ ദാറ്റ് എനി ടൈം അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ദാറ്റ് ഹി ക്യാൻ ഡൈ എന്ന് പറയുന്ന ഒരു സാധനം, ഏതൊരു ബ്രിം ഓഫ് സെക്കൻഡിൽ വേണമെങ്കിൽ ഇത് സംഭവിക്കാം എന്ന് പറയുന്ന ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ട്യൂബ് എന്ന് പറഞ്ഞൊരു സംഭവം അവര് ഡിസ്കവർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിച്ചേക്കാം. ഓക്കെ, പിന്നെ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഡെത്ത് ഓഫ് ദ സെയിൽസ്മാനിൽ വരുന്നത്.
നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്ന എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ എനിത്തിങ് ദാറ്റ് ഫർദർ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ട്. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹാപ്പിയുടെ ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ ക്യാരക്ടർ ലിസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ ഹാപ്പിയുടെ ക്യാരക്ടർ വളരെയധികം വുമണൈസർ ആയിട്ടും അതുപോലെ തീരെ റെസ്പോൺസിബിൾ ആയിട്ടാണ് നമുക്ക് ഹാപ്പിയുടെ ക്യാരക്ടർ കാണാൻ പറ്റുന്നത് കേട്ടോ. ബിഫ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു നമുക്ക് കാണാൻ പറ്റും, ബിഫ് ഇസ് മച്ച് മോർ എഫക്റ്റഡ് ഓഫ് ഹിസ് ഫാദേഴ്സ് ആക്ഷൻ. ഓക്കെ, ആൻഡ് ഹീസ് കീപ്പിംഗ് ഓൾ ദാറ്റ് ഇൻ ഹിസ് മൈൻഡ്. ഹീസ് നോട്ട് ഷെയറിംഗ് ഇറ്റ് വിത്ത് എനി വൺ. അതായത് അച്ഛന്റെ അഫയർ പിടിച്ചതും കാര്യങ്ങളൊന്നും ബിഫ് ആരുമായിട്ട് ഷെയർ ചെയ്യുക അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഹാപ്പിയുടെ ഒരു ക്യാരക്ടർ നമുക്ക് വളരെ കെയർ ഫ്രീ ആയിട്ടും അതുപോലെ മേ ബി ആളുടെ പേര് പറയുന്ന പോലെ തന്നെ ഒരു വുമണൈസർ ആയിട്ടും ഒക്കെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. തീരെ റെസ്പോൺസിബിൾ അല്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട്. അവരുടെ ഏജ് പറയുന്നുണ്ട് കേട്ടോ. ഹാപ്പി 34 ആയതുകൊണ്ട് ഞാൻ റെഫർ ചെയ്ത നോട്ട്സ് കറക്റ്റ് ആണോ നിങ്ങൾ ഒന്നുകൂടി കൺഫേം ചെയ്തോളൂ. ഹാപ്പിയുടെ ഏജ് 34 ആയിട്ടും ഇദ്ദേഹത്തിന്റെ ഏജ് 32 ആയിട്ടാണ് പറയുന്നത്. സോ ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഹാപ്പി ഇസ് 34 ആൻഡ് ബിഫ് ഇസ് 32. ഓക്കെ, സോ അതും നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിൽ വെക്കുക. സോ ദിസ് ഇസ് ഓൾ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ. ഇഫ് യു ഹാവ് എനിത്തിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാതിരിക്കില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ സോ ദാറ്റ് എവ്രി വൺ ക്യാൻ ബെനിഫിറ്റ്. ഈ പ്ലേ വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് എന്തെങ്കിലും ആയിരിക്കോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. മാം 2 ആക്സ് കഴിഞ്ഞിട്ട് ഒരു റിക്വം. സോറി, ഒരു റിക്വം. യാ 2 ആക്സ് അതിന്റെ ഒരു എന്താ അതിന്റെ പ്രത്യേകത? 2 ആക്സിന്റെ എന്താണെന്നാണ് ഉദ്ദേശിച്ചത്? അതല്ല, 2 ആക്സ് ബോത്ത് ആക്സ് കഴിഞ്ഞാൽ ഒരു റിക്വം ഇല്ലേ, ഒരു വില്ലി ലോമന്റെ മരണശേഷം വരുന്നുണ്ട്. അതിലാണ് ആ ഫ്യൂണറൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ആ ഫ്യൂണറലിൽ ഇവരെന്താണ് വിലീനെ കുറിച്ച് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ 24 hours സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മറക്കരുത് കേട്ടോ. അത് ഭയങ്കര ഒരു റിമാർക്കബിൾ കാര്യമാണ്. കാരണം ഒരു പ്ലേ ആ ഒരു ഒറ്റ സെറ്റിങ്ങിലാണ് ശരിക്കും പറഞ്ഞു പോകുന്നത്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യില്ല, കാരണം ഇതിലെല്ലാം ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. പ്രസന്റ്, പാസ്റ്റ്, again he's coming into the present, then he's again taken into the past. അപ്പൊ ആ ഒരു പ്രസന്റ് പാസ്റ്റും ഭയങ്കരമായിട്ട് ഇന്റർമിങ്കിൾ ചെയ്ത് വരുന്നുണ്ട്. സോ യു ഹാവ് ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ്. എനിത്തിങ് എൽസ്? any questions or any നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഡെഫിനറ്റ്ലി യു വിൽ ബി ഹാവിങ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്ലേ ആയിരിക്കും, പലരും പഠിച്ചിട്ടുണ്ടായിരിക്കും ഇത്. സോ എനിത്തിങ് നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്. മാം, ഓർത്തർ മില്ലറിന്റെ അങ്കിൾ ന്യൂമാൻ എന്ന് പറയുന്ന ആളുടെ ക്യാരക്ടറാണ് ഇതില് വില്ലി ലോമാൻ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓ വാവ്, ദാറ്റ്സ് എ നൈസ് ഇൻഫർമേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ, വെരി നൈസ്. ഓക്കെ, ഒരു ഡൗട്ട് ഉണ്ട്, ഇതില് ബിഫ് ആണോ ഓൾഡർ സൺ, അത് ഹാപ്പി ആണോ? ഹാപ്പി ആണ് ഓൾഡർ സൺ. ശരിക്കും എന്താണ് ഈ സെയിൽസ്മാൻ, എന്താണ് സെയിൽസ്, എന്ത് സെയിൽസ് ആണ് ചെയ്യുന്നത്? എന്ത് സെയിൽസ് ആണ് ചെയ്യുന്നത് എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി. ഷൂ ആണ്, എനിക്ക് തോന്നുന്നു ഷൂ ആണെന്നാണ്. അത് ഞാൻ ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം. ഞാൻ ഫുള്ള് പ്ലേ ഒരു വട്ടം വായിച്ചിട്ടുണ്ട്. അപ്പം ഐ തിങ്ക് ഐ സോ ഷൂ. സോ അത് ഞാനൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാം നിങ്ങളോട്. ഇത് പ്രസന്ന പറഞ്ഞ ഇതിനെ ഞാൻ ആഡ് ചെയ്യാനുണ്ട്. ഈ ഓൾ മൈ സൺസ് എന്നൊരു പ്ലേ ഉണ്ടായിരുന്നു ഓതർ മില്ലറിന്റെ. ആ പ്ലേന്റെ പ്രീമിയറിലാണ് ഈ അങ്കിളിനെ മീറ്റ് ചെയ്യുന്നത്. ഈ അങ്കിൾ എന്നും അങ്കിളുടെ അടുത്ത് സംസാരിച്ചപ്പോ ഈ അങ്കിളിന് ഈ പ്ലേ ഇഷ്ടപ്പെട്ടില്ല, ഓൾ മൈ സൺസ് എന്ന പ്ലേ ഇഷ്ടപ്പെട്ടില്ല. അപ്പോ ഈ അങ്കിൾ
പറയാ ഈ അങ്കിളുടെ മകൻ എന്തുകൊണ്ട് സക്സസ്ഫുൾ ആയില്ല എന്ന് മകൻ എങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കായിരുന്നു. ബാക്കി ആൾക്കാരുടെ മക്കളൊക്കെ ഇപ്പോ അങ്ങനെ എന്നും കമ്പയർ ചെയ്ത്, അപ്പൊ അത് ആണ് ഇൻസ്പയർ ചെയ്ത് എന്ന്. പക്ഷെ അത് ഇമ്പോർട്ടന്റ് ഒന്നല്ല. അല്ലല്ല, ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ നമുക്ക് ആ കോണ്ടെക്സ്റ്റ് നോക്കുമ്പം വായിക്കുമ്പോ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ഇൻഫർമേഷൻ. കാരണം നമുക്കത് വായിച്ചു വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഒക്കെ നമ്മുടെ തലയിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ അത് മഗപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്കത് മൈൻഡിൽ വെക്കാൻ കുറച്ചുകൂടി ഇങ്ങനത്തെ ഇൻഫർമേഷൻസ് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ ന്യൂമന്റെ ക്യാരക്ടർ പറഞ്ഞ പോലെ പലവരുടെ ലൈഫും ഇതുപോലെ അതുകൊണ്ടാണ് 1940s ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ സമയത്ത് നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു വില്ലീസിന് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒന്ന് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ടും നമുക്ക് ഒരു ഇത് കിട്ടുന്നില്ല അല്ലെ, റെക്കഗ്നിഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു ഫീലിംഗ്. ഐ തിങ്ക് it's something that most of the people could relate at that point of time, even now, right? So അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതൊരു ഇപ്പൊ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ അങ്കിളുടെ ക്യാരക്ടർ പോലെ തന്നെ പല പല ക്യാരക്ടേഴ്സിനെയും അതേ മൈൻഡിൽ വെച്ചിട്ട് തന്നെയായിരിക്കും ഇത് എഴുതിയിട്ടുണ്ടാവുക. എനിത്തിങ് എൽസ് that would you like to add? ഒരു ഹിന്ദി ഫിലിം ഇല്ലേ, സെയിൽസ്മാൻ രാംലാൽ പറഞ്ഞിട്ട്, ഇതിന്റെ അഡാപ്റ്റേഷൻ ആയിട്ട്. അഡപ്റ്റേഷൻ ആണോ? ഓ, സെയിൽസ്മാൻ രാംലാൽ പറഞ്ഞിട്ടൊരു ഹിന്ദി ഫിലിം. ഓക്കെ. ആക്ച്വലി ഇത് നല്ലോണം നമ്മുടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലൊക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് ആക്ച്വലി, പ്ലേ ആണ് ആക്ച്വലി. ഒരു ഈ പറഞ്ഞ പോലെ ഹിന്ദി മൂവീസ് അല്ലെങ്കിൽ മലയാളം മൂവീസിലൊക്കെ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് വെരി റിലേറ്റബിൾ. ഓക്കെ, ദാറ്റ്സ് എ നൈസ് ഇൻഫർമേഷൻ. എനിത്തിങ് എൽസ് ദാറ്റ് വുഡ് യു ലൈക്ക് ടു ആഡ്? പുലിറ്റ്സർ പ്രൈസും ടോണി അവാർഡും. പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. യെസ്, ഇറ്റ് വാസ് awarded the Pulitzer Prize. ടോണി അവാർഡും കിട്ടിയിട്ടുണ്ട്, ഒരു ഡ്രാമ. യെസ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് ഗ്രേറ്റ് അമേരിക്കൻ ട്രാജഡി എന്നതിനെ എവിടെയോ വായിച്ചതായിട്ട് ഓർമ്മയുണ്ട്. ഓക്കെ, നൈസ്. ഓക്കെ, ഇതിനെ ശരിക്കും ഒരു ട്രാജഡി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഞാൻ പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ റിയാലിറ്റി നല്ലോണം റെപ്രസെന്റ് ചെയ്യുന്നുണ്ടല്ലോ. മിത്ത് ഒന്നും ഇതിലില്ല. മിത്സ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, ഭയങ്കര റിയൽ ആണ്. ഹൗസ് ഹോൾഡിൽ ഉണ്ടാവുന്ന ഇപ്പൊ സീൻസ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് either വീട്ടിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓഫീസിലോ ഒക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒന്നും ഫാൻസിഫുൾ ആയിട്ട് ഒന്നുമില്ല. മനുഷ്യരുടെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അതൊക്കെയാണ് ഇതിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സോ ശരിക്കും റിയൽ ട്രാജഡി തന്നെയാണത്, സോഷ്യൽ റിയൽ ട്രാജഡി തന്നെ പറയാം. എനിത്തിങ് എൽസ് വുഡ് യു ലൈക്ക് ടു ആഡ്? The subject of his internet is well. ഇതില് ഒരു കാർസിന്റെ ഒരു ഹരമില്ലേ, കാർ മോഡൽസിന്റെ ഒരു ഹരം, എന്തോ ഒരു കാർ മോഡൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കാർ, അതാണ് അത്. വില്ലിക്ക് അത് വാങ്ങാൻ പറ്റില്ല, എന്തോ ഒരു കാറിന്റെ മോഡൽ അറിയില്ല, ഏതോ ഒരു മോഡൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഒരു ഐഡിയൽ കാർ മോഡൽ. അതാണ് ആ പറഞ്ഞ പോലെ അമേരിക്കൻ ഡ്രീമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാർ പോലെ നമുക്ക് പറയാൻ പറ്റും അതിനെ. ബട്ട് ഹീസ് നോട്ട് ഏബിൾ ടു ബൈ ദ കാർ ആക്ച്വലി. യെസ്, ദാറ്റ് ഈസ് ട്രൂ. ബട്ട് വിച്ച് മോഡൽ ഇസ് ഇറ്റ്? ഒരു മെൻഷൻ ചെയ്യേണ്ട എന്തോ ഏതോ ഒരു മോഡൽ കാർ. അത് ഞാൻ നിങ്ങളുടെ നോട്ട്സിൽ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ആ കാർ പേരും എന്തായാലും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം നോട്ടിൽ. ആൻഡ് ഓൾസോ ഹിസ് പ്രൊഫഷൻ, റൈറ്റ്? പ്രൊഫഷൻ എന്തായിരുന്നു എന്നുള്ളതും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ട്സിൽ ഫുട്ബോൾ അഗെയിൻ, ഫുട്ബോള് എപ്പോഴെപ്പോഴും വരുന്ന തീമല്ല, ഫുട്ബോൾ ആ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഫുട്ബോളിനെ കുറിച്ചും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ നെയ്ബറുടെ സൺ ഒരു
ആയിട്ട് കമ്പയർ ചെയ്യുന്നില്ലേ? നെയ്ബറിന്റെ സൺ ആയിട്ട് ബിഫിനെ. മാത്സ്, യെസ്, മാത്സ് സബ്ജക്ട് വെച്ചിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. മാത്സ് ആണ് സബ്ജക്ട് പറയുന്നത്. മാത്സിന്റെ സബ്ജക്ട് ബെനഡിക്റ്റ് എന്നാണ് നെയ്ബറിന്റെ സണ്ണിന്റെ പേര്. അപ്പോ അതും കമ്പയർ ചെയ്യുന്നുണ്ട്. യെസ്, മാത്സ് സബ്ജക്ട് ഒക്കെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷെ ബിഫ് അതിൽ ഫെയിലിയർ ആണ് മാത്സിൽ. യെസ്, ബിഫ് ഫെയിലിയർ ആണ്. ബിഫ് അത്ര ഒരു സക്സസ്ഫുൾ അല്ല. യെസ് മാം, ആരും വിളിച്ചല്ലോ. ഫസ്റ്റ് ഗ്രേറ്റ് അമേരിക്കൻ ട്രാജഡി എന്ന് ഒരുപാട് ക്രിട്ടിക്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ അത് നമ്മൾ നോട്ട് ചെയ്യുക. അതുപോലെ പുലിറ്റ്സർ പ്രൈസ് നോട്ട് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പോയിന്റ്സുകൾ നോട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ നോട്ട്സിൽ ഈ പറയുന്ന കാര്യം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് നോട്ട്സ് അയക്കാം. യെസ്, എനിത്തിങ് എൽസ്? ഇതിന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റണുണ്ടോ? സംതിങ് നമുക്ക് ഭയങ്കരമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്ലേ ആണ്. സോ യു ഷുഡ് നെവർ മിസ്. ഐ തിങ്ക് നമ്മള് ഡിഗ്രിക്കും പി ജിക്കും പഠിക്കുന്ന ഒരു പ്ലേ ആണത്. അല്ല, എല്ലാ യൂണിവേഴ്സിറ്റീസും എനിക്ക് അറിയില്ല. ഞാൻ കാലിക്കറ്റ് ആയതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ശ്രദ്ധിക്കാം. എനിത്തിങ് എൽസ്? പിന്നെ നമുക്ക് യൂട്യൂബില് ഇതിന്റെ മൂവി ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഡസ്റ്റിൻ ഹോഫ്മാന്റെ വേർഷൻ. ഓക്കെ 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 ഓക്കെ. നമുക്ക് ജസ്റ്റ് 2 hours 15 minutes മറ്റോ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. അപ്പൊ പ്ലേ വായിച്ചില്ലെങ്കിലും, പ്ലേ ഇപ്പൊ നമുക്ക് ഫുൾ ഇരുന്ന് വായിച്ചില്ലെങ്കിലും നിങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ നല്ലോണം ഹെൽപ്ഫുൾ ആയിരിക്കും ഇത്. മാം, മൂവിയുടെ പേരെന്താണ്? മൂവിയുടെ പേരെന്തായിരുന്നു? ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ തന്നെ. ഏത് മൂവിയാണ്? ഹിന്ദി മൂവിയാണോ? അല്ല, ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ഞാൻ ചോദിച്ചേ. ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ തന്നെയാണ്. ഡസ്റ്റിൻ ഹോഫ്മാൻ ആണ് ആക്ടർ. ഹീറോ ആയിട്ട് അഭിനയിച്ച ഡസ്റ്റിൻ ഹോഫ്മാൻ. റൈറ്റ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാറുണ്ടോ? എനിത്തിങ് എൽസ്? എനി ഡൗട്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സജഷൻസ് പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ഫാസ്റ്റ് ആയിട്ട് പോയോ? നോ മാം. പോയി? നോ. ഓ, ഓക്കെ. ഞാൻ ആന കേട്ടു. എന്റെ സ്റ്റൈല് കുറച്ചൊരു അത്ര ഓർഗനൈസ്ഡ് സ്റ്റൈൽ അല്ല. നിങ്ങൾക്ക് അത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഞാൻ കുറച്ച് അങ്ങനെ ഒരു ഭയങ്കര ഓർഗനൈസ് ചെയ്ത് ക്ലാസ് എടുക്കുന്ന ഒരാളല്ല. സോ ഇഫ് യു ഹാവ് എനി ഡിഫിക്കൽട്ടീസ് യു കെൻ ടെൽ മീ. കാരണം ഞാൻ നിങ്ങളോട് ഡയറക്റ്റ്ലി എന്റെ ഫീഡ്ബാക്ക് ചോദിക്കുകയാണ്. നാളെയും മറ്റന്നാളും ഞാൻ നിങ്ങൾക്ക് ബ്ലൂ വെസ്റ്റായും പിന്നെ നമ്മുടെ സ്വന്തം ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് ദ സീ ആണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഡയറക്റ്റ്ലി പറയാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇതുപോലെ മതി മാം, ക്ലാസ് ഇതുപോലെ മതി. ഓക്കെ, ഫൈൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ അപ്പൊ നമുക്ക് നാളത്തെ 2 ക്ലാസ്സും കൂടെ അമേരിക്കൻ ലിറ്ററേച്ചർ നമുക്ക് ബ്ലൂ വെസ്റ്റ്